ഹലോ ഗൈസ്, എല്ലാവർക്കും കാൽപന്ത് ടോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ ക്വാർട്ടർ ഫൈനൽ മാച്ചസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസ് പോർച്ചുഗലിനെ തോപ്പിച്ച് ഇവിടെ സെമി ഫൈനലിൽ കയറിയിരിക്കുകയാണ് സ്പെയിന്റെ ഗെയിംസ്. ഇപ്പൊ റൊണാൾഡോയുടെ അവസാനത്തെ തന്നെ പറഞ്ഞേക്കാവുന്ന ഈ യൂറോ കപ്പ് ഇവിടെ റൊണാൾഡോ ഭയങ്കര വിഷമകരമായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോ പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് ആ മാച്ചിൽ പോർച്ചുഗലിന് എവിടെയാണ് പിഴച്ചു പോയത് ഫർസീൻ? പോർച്ചുഗലിന് മാച്ചിൽ മാത്രമല്ലേ ടൂർണമെന്റ് മൊത്തത്തിൽ പഴിച്ചു. കാരണം പോർച്ചുഗൽ ഒരു കാര്യമില്ലാണ്ട് പാസിംഗ് ബോൾ ഒരു ബാക്കിൽ പെപ്പെ, ന്യൂനോ മെൻഡസ്, ഡിയാസ് അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിഡ്ഫീൽഡേഴ്സ് ഇൻവോൾവ് ആകെ വിട്ടീനെ മാത്രം കുറച്ച് കളിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡ്. ബാക്കി ആ ഒരു മിഡ്ഫീൽഡിൽ അങ്ങനെ ഇൻവോൾവ് ആവാതെ കൊണ്ട് തന്നെ ഒരു മുന്നേറ്റില്ല. മാക്സിമം ഒരു കളിയിൽ തന്നെ ഒരു 25-20 മിനിറ്റിൽ ഒരിക്കൽ മാത്രമേ ക്രോസ് ഫോർവേഡ് അറ്റാക്ക് വരാറുള്ളൂ. കാരണം ഈവൻ സ്ലോവേനിയ ഒരു ലോ ബ്ലോക്ക് ടീമിനെതിരെ ഒന്നും ക്രിയേറ്റീവ് ആയിട്ട് ജർമ്മനി സ്പെയിനൊക്കെ ചെയ്യുന്ന പോലെ ക്രിയേറ്റീവ് ആയിട്ട് ഒന്നും ചെയ്യാൻ പോർച്ചുഗലിന് ടൂർണമെന്റ് മൊത്തത്തിൽ പറ്റിയില്ല. അപ്പോ അങ്ങനത്തെ ഒരു പോർച്ചുഗൽ ടീമിൽ റൊണാൾഡോ എത്രത്തോളം യൂസ്ലെസ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യാറല്ലോ. കാരണം റൊണാൾഡോക്ക് ബോൾ ഇപ്പോ ഒരു 30 മിനിറ്റിൽ ഒരിക്കലോ വല്ല ടച്ചസോ ബോളോ ചാൻസ് തീരെ കിട്ടാറേയില്ല. പിന്നെ പുള്ളിക്ക് പിന്നെ മാർട്ടിനസിന്റെ സ്റ്റൈൽ എന്ന് വെച്ചാൽ പിന്നെ സ്ട്രൈക്കർ ബിൽഡപ്പ് ഇൻവോൾവ് ആകുന്ന ടൈപ്പ് കളിയാണ്. പക്ഷെ റൊണാൾഡോക്ക് അത് ആ ശൈലി പറ്റൂല. എന്താ ഒരു ടാർഗറ്റ് മാൻ ആയിട്ടാണ് പുള്ളി 4-5 വരെ കളിക്കുന്നത്. അതുകൊണ്ട് റൊണാൾഡോക്ക് ഒരു 10 പേര് വെച്ച് കളിക്കുന്നവരാണ് പോർച്ചുഗൽ കളിച്ചത്, തീരെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ. പിന്നെ പിന്നെ പോർച്ചുഗൽ ഒരു പോയിന്റിൽ പോർച്ചുഗൽ ഫ്രാൻസ് ഒരേ മെന്റാലിറ്റി, ഇങ്ങനെ എക്സ്ട്രാ ടൈമിൽ പെനാൽറ്റിക്ക് എത്തിയിട്ട് അങ്ങനെ ജയിക്കാന്നുള്ള ഒരു മെന്റാലിറ്റി വന്നു. ഫ്രാൻസിന് ഓൾറെഡി അതേ ഉണ്ടായിട്ടു, എങ്ങനെ പെനാൽറ്റിക്ക് ഡ്രോ പിടിച്ച് പെനാൽറ്റി എത്തി ജയിക്കാം, ആ ഒരു മെന്റാലിറ്റി വെച്ചാണ് ഫ്രാൻസ് കളിച്ചത്. പിന്നെ പോർച്ചുഗലും അതേ ലെവലിൽ ഒരു അറ്റാക്ക് ഒരു ബോൾ ഇപ്പോ ജർമ്മനി സ്പെയിൻ മാച്ച് ശ്രദ്ധിക്കുകയാണെങ്കിലും ഒരു ലോങ് ബോൾസ് ബ്രേക്ക് പാസ് ഒക്കെ ട്രൈ ചെയ്തു. റിസ്കി ആണെങ്കിൽ പോലും ഇപ്പൊ മിസ് പാസ് ആയാൽ കൗണ്ടർ വരും എന്നറിയാം, എന്നാൽ പോലും രണ്ട് ടീമും ട്രൈ ചെയ്തിരുന്നു. ബട്ട് അതുപോലത്തെ പാസ് രണ്ട് ഭാഗത്തും നമുക്ക് കാണാൻ പറ്റിയില്ല. മെയിൻ പോർച്ചുഗൽ ഭാഗത്ത് റൊണാൾഡോ എത്രയോ റൺസ് ഇടാൻ ശ്രമിച്ചിരുന്നു കളിയെടുക്കുന്നത്. പക്ഷെ ഒരു ബോളും ഇവൻ ഡിയാസിന്റെ ഭാഗത്തുനിന്നോ ബോളിങ്ങിന്റെ ഭാഗത്തുനിന്നോ ഒന്നും വന്നില്ല. മൊത്തത്തിലൊരു ഡൾ പെർഫോമൻസ് ആയിരുന്നു. കളി കാണാൻ തന്നെ തീരെ ഭംഗിയുണ്ടായിരുന്നില്ല. അപ്പോ നമ്മുടെ ഈ ഒരു ടോക്കിൽ കുറച്ച് കാലത്തിന് ശേഷം ജോയിൻ ചെയ്ത ഷഹസാദ് ഒരു കട്ട റൊണാൾഡോ ഫാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഷഹസാദിനോടായിട്ടുള്ള ഒരു ചോദ്യമാണ്, ഈസ് ഇറ്റ് ദി എൻഡ് ഓഫ് റൊണാൾഡോ? ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസം കഴിഞ്ഞു അങ്ങേന്റെ ഇന്റർനാഷണൽ ഫുട്ബോൾ കരിയർ? ഇല്ല, തീർച്ചയായും ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. ക്രിസ്ത്യാനോയുടെ കരിയർ, നാഷണൽ കരിയർ ആട്ടെ, ഇത് കഴിഞ്ഞു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. എന്നുവെച്ചാൽ ഇനിയും ക്രിസ്ത്യാനോ 2-3 വർഷം ആട്ടെ കളിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഫർസീനോ ഓൾറെഡി പറഞ്ഞതുപോലെ പോർച്ചുഗൽ ടീമിന്റെ അവസ്ഥ കുറച്ച് വിഷമം തന്നെ. ഇത് ഇൻഡിവിജ്വൽ ടാലന്റ് നോക്കുന്നതാണെങ്കിൽ വേൾഡ് ലെവലിലുള്ള ടാലൻസ് ഉണ്ട്. ഇംഗ്ലണ്ടായിട്ടും ആണെങ്കിൽ ബ്രസീലായിട്ടും അർജന്റീന ആയിട്ടെല്ലാം കമ്പയർ ചെയ്യാൻ പറ്റിയ ടാലൻസ് ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോർച്ചുഗലിലുണ്ട്. സോ ഞാൻ ഇതുവരെ കണ്ടിടത്തോളം ടീമിലെ ചില പ്ലേയേഴ്സിനൊന്നും തീരെ ഒരു പാഷനായിട്ട് ഒരു ടീമായിട്ട് പറഞ്ഞ പോർച്ചുഗൽ ടീമിലത്തെ പ്ലേയേഴ്സിനൊരു പാഷൻ, ആ സാധനം ഇപ്പോഴത്തെ പോർച്ചുഗൽ ടീമിലത്തെ കുറെ പ്ലേയേഴ്സിനില്ല. ഞാൻ കണ്ടിടത്തോളം പിന്നെ കുറച്ച് പാഷനേറ്റ് ആയിട്ട് കളിക്കുന്നത് ഒന്ന് പെപ്പെ, പിന്നെ ക്രിസ്ത്യാനോ ഓൾറെഡി ഏജ്ഡ് ആണ്, പിന്നെ ചില അതുപോലത്തെ കുറച്ച് പ്ലേയേഴ്സ്. വേറെ കുറെ പ്ലേയേഴ്സിന് അത് തീരെയില്ല. ഒന്നാമത് അതായിരിക്കും ഒരു ഫാക്ടർ. ചില ടാലന്റിന് ഒരു കുറവുമില്ല, ഇതാണ് ഫാക്ടർ. ക്രിസ്ത്യാനോന്റെ പാസ്റ്റ് എടുത്ത് നോക്കിയാൽ റയൽ മാഡ്രിഡ് ആയിട്ട് ഇവൻ യുവന്റസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇവിടെല്ലാം കളിക്കുമ്പോൾ മൊത്തത്തിൽ ടീം തന്നെ ഭയങ്കര ലെവലായിരുന്നു. എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര ടാർഗറ്റും ഗോൾ സ്കോർ ചെയ്യണമെന്നും ഭയങ്കര. ഒന്നാമത് റയൽ മാഡ്രിഡ് ഓൾറെഡി അവരുടെ മെന്റാലിറ്റി അത് തന്നെ. അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയാലും യുവന്റസ് ആയാലും പോലും ഫസ്റ്റത്തെ 1-2 വർഷം ടീം നല്ല
ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ക്രിസ്റ്റ്യാനോ തിരിച്ച് സൗദിയിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീസൺ കൊണ്ട് നമുക്ക് കാണാം ക്രിസ്റ്റ്യാനോന്റെ കരിയർ എവിടം വരെ എത്തി. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു നാഷണൽ ടീമിലേക്കുള്ള ഒരു കോൾ ഉണ്ടാവും, വേൾഡ് കപ്പ് ക്വാളിഫയർ ആയാലും 2026 എന്തായാലും 2026 വേൾഡ് എന്റെ ഒരു നിഗമനം. സൗദി ലീഗ് കളിച്ചിട്ട് റൊണാൾഡോന്റെ ആ ഒരു ഫോം നേരെ കുത്തനെ ഡിപ്പായി. കാരണം ലോകം കണ്ട എക്കാലത്തെ മികച്ച ഗോൾ സ്കോറർ ആയിട്ടുള്ള റൊണാൾഡോ, പ്രായം തളർത്താത്ത ഒരു പോരാളി ആയിരുന്ന ഒരു റൊണാൾഡോ സൗദി ലീഗിൽ ജോയിൻ ചെയ്തതിന് ശേഷം റൊണാൾഡോയുടെ ഫോമിൽ ഭയങ്കര ഒരു ഡിപ്പാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏത് ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാലും പിന്നെ സൗദിയിൽ അങ്ങനെ കൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഇന്റർനാഷണൽ സ്റ്റേജസ് റൊണാൾഡോന്റെ ഫോം നല്ല രീതിക്ക് ഡിപ്പായിട്ടുണ്ട്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് എന്താണ് ഡെത്തിന് പറയാനുള്ളത്? നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഫർസി പറഞ്ഞ പോലെ തന്നെ ബിൽഡപ്പിൽ ഇൻവോൾവ് ആകാൻ നോക്കുന്നുണ്ട്. റൊണാൾഡോ അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല. ആ ഒരു പ്രശ്നം കാണാനുണ്ട്. അത് സൗദി പോയതിന്റെ പ്രശ്നം തന്നെയാണ്. കാരണം അവിടെ എന്താ ഒരു പ്രോപ്പർ സ്ട്രക്ചറോ ഒരു ഗെയിം പ്ലാനോ ഇല്ലാത്ത പോലെയാണ് ചില ടീംസ് ഒക്കെ ഉണ്ടാവുക അവിടുത്തെ ലീഗില്. അൽ ഹിലാലൊക്കെ വരുമ്പോ ആണ് അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം കളി വരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ യൂറോപ്പിലെ ബിഗ് സ്റ്റേജിൽ വരുമ്പം ഈ ഒരു ഡിപ്പ് സാധാരണയാണ്. ലൈക്ക് അതൊരു പ്രഡിക്റ്റബിൾ ഡിപ്പാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഏത് ദിസ് ഈസ് ദ ടൈം. ഇപ്പൊ പോയാല് മുബരിക്ക് അത്ര ലെഗസി ആം ചെയ്യാണ്ട് പോവും. മറ്റേത് പോർച്ചുഗലിനൊരു ഓവർ വെയിറ്റ് പോലെയായി. എന്താ മീഡിയ തന്നെ കുത്തി താഴ്ത്തും, ഫാൻസ് കുത്തിത്താത്തും. ലൈക്ക് ഈവൻ റൈവൽ ഫാൻസ് ഒക്കെ വെറുതെ കിടന്ന് ആളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് അന്നേരം പ്രായം എന്നുള്ള ആലോചിക്കുന്നില്ല, ആ ഒരു പേര് മാത്രമേ ആലോചിക്കൂ. ഇപ്പൊ ഇറങ്ങിയാല് ആൾക്ക് അത്രയും നല്ലതാ. കാരണം വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ടീമിന്. ഒരു ഒരു രീതിയിലും ഗുണം ഉണ്ടായിട്ടില്ല ആൾ ടീമിൽ ഉണ്ടായിട്ട്. ആൻഡ് അങ്ങനെ ആയിപ്പോണ്ട ഒരു പ്ലെയർ അല്ല. അതുകൊണ്ട് റിട്ടയർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോ നമ്മള് ക്വാർട്ടർ ഫൈനൽസിൽ കണ്ട ഈ മാച്ചിന്, ഫ്രാൻസ് പോർച്ചുഗൽ മാച്ചിന് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടിരുന്ന മാച്ച് ജർമ്മനി വേഴ്സസ് സ്പെയിൻ ആയിരുന്നു. അത് എന്ന് പറഞ്ഞാല് അടിക്കടി അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിലായിരുന്നു. അവരത്രയും വീറും വാശിയുമേറിയ ഒരു പോരാട്ടമായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ത്യക്കാര് രാത്രി 12:30 കണ്ട ഈ ഒരു മാച്ച് എത്രത്തോളം നമ്മളെ ഉറക്കത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അതായത് അത്രയും ബോറിങ് കളി എന്തുകൊണ്ട് ഫ്രാൻസിന്റെയും പോർച്ചുഗലും പോലത്തെ രണ്ട് ടോപ്പ് ടയർ ടീംസിന്റെ മാച്ച് ആയി മാറി? അവരുടെ ടാക്ടിക്സ് ഫെയിൽ ആയ കൊണ്ടാണോ? അവരുടെ ടീമിന് ഒരു കമ്മിറ്റ്മെന്റും പാഷനും ഇല്ലാത്ത കൊണ്ടാണോ? ഫർദീൻ? ഇത് ആ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ് രണ്ട് ടീമിന്റെ. പോർച്ചുഗലിന് കുറച്ചും കൂടി സ്ലൈറ്റ്ലി ബെറ്റർ മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ ഫ്രാൻസിന്റെ മൈൻഡ് സെറ്റ് ആണ് അത്ര ഫ്ലോപ്പ്. ഇങ്ങനെ ഒരു ഡ്രോക്ക് വേണ്ടി കളിക്കുന്ന ടീം ഇത്രയൊക്കെ പ്ലേയേഴ്സ് ഉണ്ടായിട്ടും ഇത്രയൊക്കെ ടാലൻസ് ഉണ്ടായിട്ട് ഇവർ എംബാപ്പെ, ഞാൻ വിചാരിച്ച എംബാപ്പെ ആ സൈഡ് റൺസ് ഇട്ടിട്ട് എന്തായാലും പോർച്ചുഗലിന് തലവേദന ആയിട്ട് മാറും. ഒരു ക്യാൻസലോ ഒക്കെ ആണെങ്കിലും സമയടൊക്കെ ആണെങ്കിലും ഒരു ജോലി ഉണ്ടായിട്ട് ആ ഭാഗത്ത്. കാരണം ഈ ചങ്ങായി ഇവൻ ആരെ പ്ലസ് ഇത്ര പേസ് ഡെമ്പലെ വന്നപ്പോഴാണ് കളി കുറച്ചും കൂടി ഉഷാറായത് ഫ്രാൻസിന്റെ ഭാഗത്ത്. അല്ലാതെ ഇപ്പൊ മീഡിയോക്കർ കൂടിയല്ല, ഒരു ചാമ്പ്യൻഷിപ്പ് ടീം കളിക്കുന്ന പോലെയാണ് കളിച്ചത്. ലോ ബ്ലോക്ക് ഇട്ടിട്ട് ഒരു എഫ് എ കപ്പിൽ ചാമ്പ്യൻഷിപ്പ് ടീം എങ്ങനെ സിറ്റിക്കെതിരെ കളിക്കും, അതുപോലെയാണ് ഫ്രാൻസ് പോർച്ചുഗലിനെതിരെ കളിച്ചത്. ഇടയ്ക്കപ്പോ കമവിംഗ മാത്രം കുറച്ച് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ഫസ്റ്റ് മൊത്തത്തില്. വേറെ ആർക്കും ഉണ്ടായിട്ട് മിഡ്ഫീൽഡിലാണെങ്കിലും അവരുടെ ഡിഫൻസ് വിംബാക്സ് ആണ്. തീ ഫെർണാണ്ടസ് ഒക്കെ എന്ത് വൈബ്രന്റ് കളിക്കുന്ന പ്ലെയറാ ക്ലബ് ലെവലില്. പുള്ളിയൊക്കെ ഒരു ഡിഫൻസീവില് മാത്രം വേറൊന്നുമില്ല. എങ്ങനെയെങ്കിലും മറ്റേ ഫസ്റ്റ് ഹാഫിൽ ബർണാഡ്, സെക്കൻഡ് ഹാഫിൽ കോൺസ്റ്റൻസ് ആവാൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാതെ മാത്രം പുള്ളിയുടെ ഒഫൻസീവ് ക്വാളിറ്റി ഒരു ഷോട്ടൊക്കെ അത്ര അടിച്ചിട്ട്. പോർച്ചുഗൽ ആണെങ്കിൽ ആ ലോ ബ്ലോക്കിനെ തകർത്തിട്ട് എന്താ പറയുന്ന ഒരു അർജൻസി കാണിച്ചില്ല. വല്ലേ സാവധാനത്തിൽ ബിൽഡപ്പ് ചെയ്യുന്നു. ഈ ജർമ്മനി സ്പെയിൻ ഒക്കെ കാണിച്ച പോലെ അർജൻസി രണ്ട് ടീമിന് ഭാഗത്തുണ്ടായിട്ടാ. അർജൻസിയാണ് വേണ്ടിണ്ടായത്. മൊത്തത്തിൽ യൂറോയിൽ തന്നെ തീരെ എല്ലാ ടീമിനും ഈ ഫുട്ബോൾ ചേഞ്ച് ആയെന്ന് പറയുന്നില്ല. ഫുട്ബോൾ കുറച്ചും കൂടി സ്റ്റാറ്റിക് ആയി, ഫുട്ബോൾ കുറച്ചും കൂടി സേഫ് ടീംസ് കളിക്കാൻ തുടങ്ങി. സ്പീഡി ഫുട്ബോൾ എങ്കിൽ പിന്നെ ചെറിയ പെപ് ഗാർഡിയോളാന്റെയും പിന്നെ ആർട്ടേറിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് കുറച്ചും കൂടി അധികം സ്റ്റഡി ആയിപ്പോയി ഫുട്ബോൾ.
കംഫർട്ടബിൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ഇപ്പൊ അതിന്റെ പ്രശ്നമാണ് കണ്ടത്. ഫ്രാൻസിന്റെ ഭാഗത്തുനിന്നാണ് കൂടുതൽ പ്രശ്നം കണ്ടത്. കാരണം ഒരു കളി ഫ്രാൻസ് എത്ര കാലമായി ഇതേപോലെ കളിക്കുന്നത്, ഒരു മാറ്റവും ഇല്ലാതെ. ഫ്രാൻസാണ് കളിയെ കൂടുതൽ കുഴപ്പത്തിലാക്കിയത്. അപ്പൊ പോർച്ചുഗൽ കുറച്ചും കൂടി വൾണറബിൾ ആയിരുന്നു. അപ്പൊ ഫ്രാൻസിന് കുറച്ചും കൂടി കൗണ്ടർ അറ്റാക്സ് ഒക്കെ അടിക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രസ്സിങ്ങോ ഒരു കാര്യവും ഉണ്ടായിട്ടാ. പെപ്പയൊക്കെ സെന്ററിന്റെ അപ്പുറത്തേക്ക് എത്തി കയറി എന്നിട്ട് പോലും ഒരു പ്രസ്സിങ് ഫ്രാൻസിന്റെ ഭാഗത്തുണ്ടായിട്ടാ. സത്യം പറഞ്ഞാൽ ഫ്രാൻസ് ആണ് കളിയെ കൂടുതൽ മോശമായി. തീരെ ഡിസർവിങ് അല്ലേ ഫ്രാൻസ് ഈ കളി ജയിക്കാൻ വേണ്ടിട്ട്. പോർച്ചുഗൽ സെമിക്ക് എത്താൻ ഡിസർവിങ് എന്നല്ല, ഫ്രാൻസ് തീരെ അല്ല. കാരണം ഒരു ഗോളും കൂടി അടിച്ചില്ലല്ലോ. ഇതുപോലെ സെമിക്ക് എത്തുന്ന ഒരു മേജർ ടൂർണമെന്റിൽ ആദ്യമായിട്ടായിരിക്കും ഇത്ര ശോകം കളി കളിച്ചിട്ട്. ഏറ്റവും ഈ ടൂർണമെന്റിൽ ഞാൻ കഴിഞ്ഞ പ്രഡിക്ഷൻ പറഞ്ഞ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഈ കളി കുറച്ചും കൂടി ഓപ്പൺ ആവും, കുറച്ചും കൂടി ഫൈറ്റ് ആവും എന്നൊക്കെ. നേരെ വിപരീതമായിരുന്നു സംഭവിച്ചത്. ഏറ്റവും പൂർ മാച്ച് ആയിരുന്നു. എക്സ്ട്രാ ടൈമിൽ പോലും ഒരു പ്ലേയേഴ്സിനൊന്നും ഒരു എന്തോസിയാസം ഉണ്ടായിരുന്നില്ല. പുതിയ വന്ന പ്ലേയേഴ്സിനാണ്. പോർച്ചുഗലിന്റെ ഭാഗത്ത് കോൺസിൻസ് റൈറ്റ് വിംഗറും ആ ചെക്കൻ മാത്രം കുറച്ച് എന്താ പറയുക കാസ്റ്റിനോടെ കളിക്കുന്നു. വേറെ ആരും സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടായില്ല. അപ്പൊ ഫ്രാൻസ് ഇവിടെ പോർച്ചുഗലിനെ തോൽപ്പിച്ചിട്ട് സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ ഈ കണ്ട ടൂർണമെന്റുകളിലെ ഫ്രാൻസ് കളിച്ച പോലെ 2016 യൂറോ ആയിക്കോട്ടെ, 2018 വേൾഡ് കപ്പ് ആയിക്കോട്ടെ, 2021 യൂറോ ആയിക്കോട്ടെ, 2022 വേൾഡ് കപ്പ് ആയിക്കോട്ടെ, ഇതിലൊക്കെ കണ്ടതിലുപരി ഒരു മോശം പ്രകടനം കൊണ്ട് ഒരു ഓപ്പൺ പ്ലേ ഗോളോ ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഫ്രാൻസ് ഈ ഒരു സെമി ഫൈനൽ വരെ എത്തിയിരിക്കുന്നത്. അത് അവർക്ക് എത്രത്തോളം സ്പെയിനെ പോലെ അത്രയും മികച്ച് നല്ല രീതിക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെതിരെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊരു ഇതിഹാസം ഇനിയും ഫുട്ബോളിൽ കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അങ്ങേരെ പീക്കിലുള്ള പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വേണ്ടത് ചെയ്യാം.